അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇസ്ലാമിക അറിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്ന ക്ലാസ് കിതാബ് ഉലാസയുടെ ക്ലാസ് 6-ാമത്തെ ക്ലാസ്സാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, ഇന്ന് നമ്മൾ ഉലാസയുടെ 6-ാമത്തെ ക്ലാസ്സാണ് എടുക്കാൻ പോകുന്നത്. ഇതുവരെ പറഞ്ഞത് നിസ്കാരം ആർക്കാണ് നിർബന്ധം, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്തെല്ലാം നമ്മൾ പറഞ്ഞു. നിസ്കാരത്തിന് 5 ഷർത്തുകളാണ് ഉള്ളത്. 1, അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവൽ. 2, നിസ്കരിക്കുന്നവൻ്റെ ശരീരം, വസ്ത്രം, സ്ഥലം എന്നിവ നജിസിനെ തൊട്ട് ശുദ്ധിയാവൽ. 3, ഔറത്ത് മറക്കൽ. 4, സമയമായെന്നറിയൽ. 5, കിബിലക്ക് മുന്നിടുക. ഈ 5 എണ്ണമാണ് ഇവിടെ പറഞ്ഞത്. അതിൽ ഒന്നാമതായി അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവുക എന്ന് പറയുമ്പോൾ അവിടെ 2 തരം അശുദ്ധിയുണ്ടെന്നും ചെറിയ അശുദ്ധി, വലിയ അശുദ്ധി എന്ന് 2നും പേര് പറയുന്നു. അതിൽ ചെറിയ അശുദ്ധിയിൽ നിന്നും ശുദ്ധിയാവണമെങ്കിൽ വുളൂ ചെയ്യണം. വലിയ അശുദ്ധിയെ തൊട്ട് ശുദ്ധിയാവണമെങ്കിൽ കുളിക്കണം. ആ കുളി നിർബന്ധമാണ്. അതിൽ ആദ്യമായിട്ട് നാം പരാമർശിക്കുന്നത് വുളൂവിനെ കുറിച്ചാണ്. വുളൂവിനെ കുറിച്ച് പരാമർശിക്കുമ്പോൾ നേരത്തെ നിസ്കാരത്തിനെ കുറിച്ച് പറഞ്ഞതുപോലെ ഷർത്തുകൾ ഉണ്ടാകും, ഫർളുകൾ ഉണ്ടാകും, സുന്നത്തുകളും ഉണ്ടാകും. ആദ്യം ഷർത്തിനെ കുറിച്ച് പഠിക്കാം. ശുറൂത്തുൽ വുളൂ, വുളൂവിൻ്റെ ഷർത്തുകൾ. ഷുറൂത്തുഹു അംസത്ത്, വുളൂവിൻ്റെ ഷർത്തുകൾ 5 എണ്ണമാണ്. അൽ-അവ്വലു, ഒന്നാമത്തേത് മാവുൽ മുത്തലക്ക്. മാവുൽ മുത്തലക്കാണ്. എന്താണ് മാവുൽ മുത്തലക്ക് എന്ന് പറഞ്ഞാൽ മറ്റൊരു വസ്തുവിലേക്ക് വിശേഷണങ്ങളിലേക്കോ ചേർക്കാതെ നിരുപാധികം എന്ന് പേര് പറയാൻ പറ്റുന്ന അതാണ് മാവുൽ മുത്തലക്ക്. ഉദാഹരണം, ഇളനീർ വെള്ളമെന്നോ അങ്ങനത്തെ വെള്ളത്തിനാണ് മാവുൽ മുത്തലക്ക് എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാ മാവുൽ മുത്തലക്കിനെ കുറിച്ച് വിശാലമായിട്ട് പിന്നീട് പഠിക്കാം. അസാനി, രണ്ടാമത്തേത് ജറൗൻ മായി അല ഉളുവിൽ മൗസൂലി, കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. ചില അവയവങ്ങൾ കഴുകേണ്ടതുണ്ട്, ചില അവയവങ്ങൾ തടവേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു സൂറത്തുൽ മാജിദയിലെ ഒരു ആയത്ത്, യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ഖുംതും ഇലാ സ്വലാത്തി ഫൗസിലൂ വുജൂഹക്കും വഅയ്ദീക്കും ഇലാ മറാഫിഖി വംസഹു ബിറൂസിക്കും വഅർജുലുക്കും ഇലൽ കഅബൈനി. നിങ്ങൾ നിങ്ങളുടെ മുഖവും കൈകളും കാലുകളും കഴുകാൻ തല തടവണമെന്നതുമാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചത്. അതനുസരിച്ച് മുഖം കഴുകുന്നതും കൈകൾ കഴുകുന്നു, കാലുകൾ കഴുകുന്നു. ഈ കഴുകപ്പെടുന്ന അവയവത്തിന്മേൽ വെള്ളം ഒലിപ്പിക്കൽ നിർബന്ധമായ കാര്യമാണ്. അപ്പോൾ രണ്ടാമത്തേത് കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ വെള്ളം ഒലിപ്പിക്കൽ. അസാലിസു, മൂന്നാമത്തേത് അല്ലാ യകൂനു അലൽ ഉളുവി മുഅയ്യറിൽ മായി കമാ കസാബൂന വസൗഫറാനി. കഴുകപ്പെടുന്ന അവയവത്തിന് വെള്ളത്തിന് പകർച്ചയാവുന്ന വസ്തുക്കൾ ഇല്ലാതിരിക്കുക. കഴുകപ്പെടുന്ന അവയവം അവിടെ വെള്ളത്തിലെ പകർച്ചയാക്കുന്ന വസ്തുക്കൾ ഇല്ലാതിരിക്കുക. പകർച്ചയാകുന്നവ. അറാബിയു, നാലാമത്തേത് അല്ലാ യകൂനു ആഹിലുൻ, കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ ഇല്ലാതിരിക്കൽ, മറ ഇല്ലാതിരിക്കൽ നിർബന്ധമാണ്, അഥവാ ഷർത്താണ്. ആ വെള്ളം ചേരുന്ന മറ ഏതുപോലെ? പെയിൻറ് പോലെ. കസിലായി, പെയിൻറ് പോലെ. വശംഇ, മെഴുകുപോലെ. വദുഹുദി, വജിബിരി, ഉറച്ച എണ്ണ പോലെ. വജിനായി, മഷി, കറ പോലെ. മൈലാഞ്ചിയുടെ ഇല അരച്ചതുപോലെ. ഇതെല്ലാം വെള്ളം ചേരുന്ന മറയാണ്. വമിനൽ ഹായിലി,
ഈ വെള്ളം ചേരുന്നതിനെ തടയുന്നതായ വസ്തുവിൽ പെട്ടതാണ് അൽ വസുഹു തഹ്ത ളുഫ്രി, നഖത്തിലടഞ്ഞിരിക്കുന്ന ചേറ്. നഖത്തിൻ്റെ താഴ്ഭാഗത്ത് ചെളി അടിയുക വെള്ളം ചേരുന്നതിന് തടയുന്നതാണ്. ഖിലാഫുൽ ജമി, ഒരു വിഭാഗം പണ്ഡിതന്മാർ എതിരായിട്ട് ഒരു വിഭാഗം പണ്ഡിതന്മാർക്കെതിരെ എന്നും അതിൽ പറഞ്ഞപ്പെട്ടതാണ്. വസാരി ഇമാം മിൻഹും ബസ്സറിൽ കശയ്യു, അവർ പറഞ്ഞത് നഖത്തിലടങ്ങിയിരിക്കുന്ന ചേറുകൊണ്ട് പ്രശ്നമില്ല എന്നാണ്. എന്നാൽ നമ്മുടെ മദ്ഹബിൽ ഒമിനല്ലാഹിലി വസുഹുൽ തഹ്ത തുഫിരി, നഖത്തിലടിയിൽ താഴ്ഭാഗത്ത് ചെളി അടയുക വെള്ളം ചേരുന്നതിന് തടയുന്നതാണ്. വക്കഥ, ഇപ്രകാരം തന്നെ മറയിൽപ്പെട്ടതാണ് വസുഹും മിൻ ഉബാരി, ഇപ്രകാരം തന്നെ മറയിൽപ്പെട്ടതാണ് ചേറ് പൊടി, ശരീരത്തിൽ പാറി വരുന്ന പൊടി, അത് കാരണം അതും ഉദാഹരണമാണ്. ദൂനൽ ഹർക്കിൽ മുത്തജമ്മിദി, വിയർപ്പ് മൂലമുണ്ടായതോ അത് കുഴപ്പമില്ല. വദൂന, അതുപോലെ ജിബിരി, മഷിയുടെ അടയാളം, കട്ടിയുള്ള മഷി, അത് പ്രശ്നമാണ്. മഷിയുടെ നേരിയ അടയാളം പ്രശ്നമില്ല. വാസരിൽ ജിനായി, അതുപോലെ മൈലാഞ്ചിയുടെ അടയാളം, മൈലാഞ്ചി കയ്യിൽ ഇടില്ലേ, അത് മൈലാഞ്ചി പുരുഷന് ഇടാൻ പറ്റും എന്നല്ല, അത് പിന്നീട് ചർച്ച ചെയ്യാം. മൈലാഞ്ചി ഇട്ടു, ആ സമയത്ത് അതിൻ്റെ അടയാളം ചുവന്ന കളറ്, അതിന് കുഴപ്പമില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ നാലാമത്തേത് കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തുക്കൾ ഇല്ലാതിരിക്കുക. വൽഹാമിസു, അഞ്ചാമത്തേത് മഅരിഫത്തു ദുഖൂലിൽ വക്തി, സമയമായെന്നറിയുക. മഅരിഫത്തു ദുഖൂലിൽ വക്തി ലിദായിമി ഹദസി, സമയമായെന്നറിയുക. നിത്യ അശുദ്ധിക്കാരനാണെങ്കിൽ അവൻ സമയമായെന്നറിയണം. കസലിസിൻ, മൂത്രവാർച്ചക്കാരനെ. മുസ്തഹാലത്തി, പോലെ. ഹൈല് രക്തവും നിഫാസ് രക്തവും അല്ലാത്ത രോഗരക്തമുള്ള വ്യക്തികൾ, മൂത്രവാർച്ചക്കാർ, ഇവരൊക്കെ നിത്യ അശുദ്ധിക്കാരാണ്. അവർക്ക് സമയമായെന്നറിയുക. അതാണ് അഞ്ചാമത്തേത്. 1. മാവുൽ മുത്തലക്ക്, കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ വെള്ളം ഒലിപ്പിക്കുക. 3. കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ വെള്ളത്തിന് പകർച്ചയാവുന്ന വസ്തുക്കൾ ഇല്ലാതിരിക്കുക. 4. കഴുകപ്പെടുന്ന അവയവത്തിൻ്റെ മേൽ വെള്ളം ചേരുന്നവ തടയുന്ന വസ്തുക്കൾ ഇല്ലാതിരിക്കുക. 5. നിത്യശുദ്ധിക്കാരൻ സമയമായെന്നറിയുക. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇൽമുകളൊക്കെ നാഫിയാക്കി തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.